വെച്ചാല് പിന്നെ ചെടിക്ക് വളർച്ച കൂടി, പിന്നെ പച്ചപ്പായിരുന്നു, പിന്നെ അങ്ങനെ പഴുപ്പും കാര്യങ്ങളൊന്നുമില്ല. ഈ പ്രോഡക്റ്റ് കുഴപ്പമൊന്നുമില്ല. അടിച്ച് ഒരു 2-3 ദിവസം കൊണ്ട് റിസൾട്ട് അറിയാൻ കഴിയും. എവിടെ സ്ഥലം? വാളാട് കാരിച്ചാല്. കാരിച്ചാലല്ലേ? ഇവിടെ ഇപ്പൊ എന്തൊക്കെ ചേട്ടന് കൃഷിയുള്ളത്? എനിക്ക് വാഴ ഉണ്ട്, പാവല്, ഇതന്നെ മെയിനായിട്ട് ചെയ്യുന്നത്. പാവൽ തന്നെ മെയിനായിട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ പാവൽ ഇത് എത്ര ചുവടുണ്ട്? ഇത് 250 ചുവട്. 250 ചുവട്. ഇത് എത്ര മാസമായ പാവല? ഇതിപ്പോ 2 മാസം കഴിഞ്ഞു. 2 മാസം. ചേട്ടന് ചെറുപ്പം മുതലേ കൃഷിയാണോ അതോ? ചെറുപ്പം വെച്ചാൽ ഞാനിപ്പോ ഒരു 5-6 വർഷമായിട്ട് കൃഷിയൊക്കെ ഇറങ്ങിയിട്ട്. 5-6 വർഷമായിട്ടുണ്ടല്ലേ? ഓക്കെ. അത് ഈ പാവൽ തന്നെയാണ് എല്ലാ വർഷവും? പാവലും വാഴയും. പാവലും വാഴയും. വാഴ എത്ര എണ്ണം ചെയ്യുന്നു? വാഴ ഇപ്പൊ 2000 വാഴ ഉണ്ട്. അതിൽ 200 വാഴ കൊലച്ച് കൊലയ്ക്കാൻ തുടങ്ങി. ഓക്കെ. പിന്നെ നമ്മള് എന്ത് പ്രശ്നം നമ്മൾ അന്ന് വന്നപ്പോ എന്തായിരുന്നു ഒരു വിഷയം? അന്ന് വെച്ചാല് അന്ന് മഴയായതുകൊണ്ട് ചെടിക്ക് വളർച്ച കുറവ്, പിന്നെ മാൻസ്റ്റോൺ ജെല്ലുകൾ തന്നത്, പിന്നെ വളർച്ചക്കുറവ്. നിങ്ങൾക്ക് അത് മുരടിപ്പ് പോലെ ഉണ്ട്. അത് മഴയായതുകൊണ്ട് നമ്മൾ വളം ചെയ്തിട്ടില്ല. ഏത് മാസമായിരുന്നു നമ്മളത്? അതിപ്പോ സ്റ്റാർട്ടിങ് വെച്ചൊരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോ ചെടിക്കൊരു വളർച്ചക്കുറവ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് നമ്മൾ എങ്ങനെ കൊടുത്തായിരുന്നു? എന്തേലും കൊടുത്തായിരുന്നു? മാക്സ്റ്റോൺ ജെല്ലും, പിന്നെ അതിന്റെ കൊടുത്ത് ചെറിയൊരു മരുന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തു. അത് എത്ര ലിറ്റർ എങ്ങനെ കൊടുത്തത്? അതിപ്പോ 15 ലിറ്റർ വെള്ളത്തില് 15 ലിറ്റർ വെള്ളത്തില് 30 ഗ്രാം. വെച്ചാല് പിന്നെ ചെടിക്ക് വളർച്ച കൂടി, പിന്നെ പച്ചപ്പായിരുന്നു, പിന്നെ അങ്ങനെ പഴുപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ആ തോട്ടത്തിൽ നല്ല പഴുപ്പുണ്ട്. അവിടുത്തെ തോട്ടത്തിലുണ്ട്. അത് ചേട്ടന്റെ അല്ലല്ലോ? അല്ലല്ല. അപ്പൊ അതും ഇതും ഒക്കെ വെച്ച് നോക്കുമ്പോ ഇതിൽ നല്ലൊരു മാറ്റം ചേട്ടന് എന്താ? നമ്മളിപ്പോ ആ മരുന്ന് യൂസ് ചെയ്തത് കൊണ്ടാണ്. സംഭവം വെച്ചാൽ നമ്മളിപ്പോ ചെറിയൊരു ഇത് വരുമ്പോ സ്റ്റാർട്ടിങ്ങില് നമ്മളെ മരുന്ന് ചെയ്യും. അപ്പൊ നല്ലൊരു മാറ്റം. എത്ര മാസമായ പാവല? ഇതൊക്കെ സെയിം അല്ല? സെയിം ആണല്ലോ അല്ലേ? അപ്പൊ വളർച്ചയിൽ തന്നെ നല്ല മാറ്റമുണ്ട്. ഇപ്പൊ വിളവെടുത്ത് തുടങ്ങിയോ നമ്മള്? വിളവ് ഇപ്പോ എടുക്കാൻ തുടങ്ങി. എത്ര നമുക്കിപ്പോ? ഇല്ല, ഇപ്പൊ സ്റ്റാർട്ടിങ് വെച്ചാൽ നമ്മളിപ്പോ ഒന്നാമത് മഴയായതുകൊണ്ട് ചെടിക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ 10-30 കിലോ സ്റ്റാർട്ടിങ്. നമ്മൾ അപ്പുറത്തെ തോട്ടത്തിലേക്ക് എപ്പോഴാ മഞ്ഞപ്പോ വന്നത്? അതാ മഴക്ക് തന്നെ വന്നല്ലേ? എല്ലായിടത്തും മഞ്ഞപ്പോ നമ്മൾ ഈ തോട്ടത്തിൽ മാത്രമാണ്? മഴയ്ക്ക് എല്ലാവരും തോട്ടം ഇത് തന്നെ. ഞാൻ ആ മരുന്ന് യൂസ് ഉണ്ടായിരിക്കാം. ചേട്ടൻ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. വേറെ ആരും ഇവിടെ മരുന്ന് യൂസ് ചെയ്തിട്ടില്ലല്ലോ? മരുന്ന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഇവരിപ്പോ കമ്പനി പ്രോഡക്റ്റ് തന്നെ പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഇല്ലല്ല. നമ്മൾ ഈ കമ്പനിനെ കുറിച്ചിട്ട് ചേട്ടാ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എന്താ വേറെ അഭിപ്രായങ്ങൾ? ഈ പ്രോഡക്റ്റ് കുഴപ്പമൊന്നുമില്ല. അടിച്ച് ഒരു 2-3 ദിവസം കൊണ്ട് റിസൾട്ട് അറിയാൻ കഴിയും. പറ്റുന്നുണ്ട്. പിന്നെ ഇതിനു മുമ്പ് ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? ഇതിന്റെ മുമ്പ് മറ്റേ ഇതേപോലെ ജെൽ ടൈപ്പ് ഇല്ല, യൂസ് ചെയ്തിട്ടില്ല. ഇല്ല. സാധാരണ രാസവളങ്ങളും പിന്നെ കാര്യങ്ങളൊക്കെയാണ്, വളങ്ങളും മരുന്നുകളൊക്കെയാണ് കൊടുക്കാറുള്ളത്. അങ്ങനത്തെ മരുന്നുകളൊക്കെ ജെല്ല് ഞാൻ ആദ്യമായിട്ട് ചെയ്തു. അപ്പൊ അതിൽ നല്ലൊരു മാറ്റമുണ്ട്. ഇത് മറ്റു കർഷകർക്ക് പറഞ്ഞു കൊടുക്കുമ്പോ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക സാധാരണഗതിയിൽ? നമ്മളിപ്പോ നമ്മള് അടുത്ത തോട്ടത്തിൽ തന്നെ ആരെയും ചോദിക്കുമ്പോ മരുന്ന് പറഞ്ഞു കൊടുക്കും. കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ട്.